welcome to D Vlogs. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനത്ര സുഖത്തിലൊന്നുമല്ല കേട്ടോ, കാരണം എനിക്ക് സുഖമില്ല. ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സൗണ്ടൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല, റെഡിയായി വരുന്നതേ ഉള്ളൂ, സമയമെടുക്കും തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ ചോദിച്ചാൽ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഞാൻ എൻ്റെ ലാസ്റ്റ് 2 വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സസ്പെൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ ഒരു സർപ്രൈസ് ഉണ്ട്, അത് സമയമായിട്ടില്ല ഞാൻ പറയാമെന്ന്. അതിനാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഞാൻ എല്ലാം ഒന്ന് ഭംഗിയായി കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അതാണെങ്കിൽ അപ്പോഴേക്കും എനിക്ക് സുഖമില്ലാതാവുകയും ചെയ്തു. തീരെ സൗണ്ട് ഇല്ലാതൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വീട് മാറുകയാണ്. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് പുതിയ വീടിൻ്റെ കീ വാങ്ങാനായിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന്. അങ്ങനെ ഞങ്ങൾ എസ്താൻ ഒയാസിസിലോട്ടാണ് മാറുന്നത്. ഇവിടെ വന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. അശ്വിന് ലീവൊക്കെ എടുത്തതാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചു. ബട്ട് അവിടെ എത്തി കുറച്ച് സമയം അവിടെ പോയി കീ വാങ്ങാനായിട്ട്. അങ്ങനെ കീ ഒക്കെ കിട്ടി. നമ്മളിതാ വീട് കാണാനായിട്ട് പോവുകയാണ്. വീടൊക്കെ ഓൾറെഡി നമ്മൾ കണ്ട് എല്ലാം ഫൈനലൈസ് ചെയ്തതാണ്. പിന്നെ ചാവി വാങ്ങിയിട്ട് നമ്മൾ വീട് വന്ന് നോക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനും അച്ഛനും ആദ്യം വീട് കണ്ടതാണ്. അമ്മയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. അമ്മ വന്നിട്ടില്ലായിരുന്നു നോക്കാൻ വന്ന സമയത്ത്. അങ്ങനെ ഇതാണ് നമ്മുടെ പുതിയ വീട് ഞാനങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് പിന്നെ വേറൊരു വീഡിയോയിലൊക്കെ കാണിക്കാം. അങ്ങനെ വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. നല്ലൊരു വീട് തന്നെ കിട്ടി നമുക്ക്. സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം കുറേ ദിവസമായിട്ട് എനിക്കറിയാം, ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു. ഒരു വീഡിയോ ഷിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അതിന് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കുക, മാറ്റുക, അങ്ങനത്തെ കുറേ പരിപാടി, ഷോപ്പിംഗ്, അങ്ങനെ കുറേ തിരക്കിലായിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോഴേക്കുമാണ് എനിക്ക് സുഖമില്ലാതായതും. പനിയായി, പിന്നെ സൗണ്ട് പോയി, അങ്ങനെ ഫുൾ പ്രശ്നത്തിലായി. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയത്. അങ്ങനെ നമ്മൾ അവിടെ ഇന്നിപ്പോൾ പരിപാടിയൊന്നുമില്ല. വീട്ടിൽ നമ്മൾ സാധനമൊന്നും എടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് കീ വാങ്ങിക്കാൻ വന്നു, വീട്ടിലൊക്കെ ഒന്ന് കയറി തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. ഇപ്പം തന്നെ സമയം ഉച്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറേ നല്ലോണം ലേറ്റ് ആയിരുന്നു ഞങ്ങൾ ഞങ്ങൾ നേരത്തെ രാവിലെ എത്തി. ബട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പേപ്പേഴ്സൊക്കെ റെഡിയാക്കാനും കീ തരാനൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ഉച്ചയ്ക്കൊരു 2:30 കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു, ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ നേരെ പോയത് കാലിക്കറ്റ് ടേസ്റ്റിലോട്ടാണ്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ അവിടെ സൈഡിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും വയൽ ഏരിയയിലൊക്കെയാണ് കാണുന്നത് ഈ ഒരു കുഞ്ഞു മഞ്ഞ പൂവില്ലേ, ഞങ്ങളിതിനെ സ്റ്റാർ പൂവ് എന്നാണ് കേട്ടോ പറയുക. അതുണ്ടായിരുന്നു ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ അത് കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ബിരിയാണിയാണ് വാങ്ങിച്ചത്. ഞാനും ചേച്ചിയും ബിരിയാണി റൈസും ചിക്കനും കേട്ടോ വാങ്ങിച്ചത്. നല്ല ബിരിയാണി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ എനിക്ക് അങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റാറില്ല, പക്ഷേ ഇവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ പെട്രോൾ പമ്പിലേക്കാണ് പോയത്. പെട്രോളൊക്കെ അടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. ഇത് അടുത്ത ദിവസം ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. രാത്രി ഞങ്ങൾ കുറച്ച് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഐക്യയിലോട്ട് പോയതാണ്. ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. കാരണം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഇനി ഇതൊരു പാർട്ട് 1 ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മുടെ പാലുകാച്ചലും അതൊക്കെ ഉണ്ടാവും കേട്ടോ. ഐക്യയിൽ പോയത് ഞങ്ങൾക്ക് പുതിയ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സംഭവം ഞങ്ങളങ്ങനെ എന്തൊക്കെ വേണമെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടൊന്നല്ല പോയത്. അവിടെ പോയിട്ട് അവിടെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും കിട്ടുമല്ലോ. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഓർമ്മ വരുമല്ലോ, ഇത് വേണം എന്നുള്ള. അങ്ങനെ എടുക്കാമല്ലോ വിചാരിച്ച് പോയതാണ്. അവസാനം അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനായി, എന്തൊക്കെ ഇപ്പോൾ എടുക്കുകയെന്ന്. കാരണം നമ്മളിങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാം കൂടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളൊരു എന്താ പറയുക, ഒരു പിടിപാട് കിട്ടില്ല. അതുപോലെ ആയിപ്പോയി. എന്നാലും ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ച് പോയ ചില സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അവിടെ ഉണ്ടായിരുന്നു, ബട്ട് ഞങ്ങൾ വിചാരിച്ച ടൈപ്പ് ഇല്ലാത്ത
ഇല്ലാത്തത് കൊണ്ട് എടുത്തില്ല. പിന്നെ ഒരുപാടൊന്നും വാങ്ങി കൂട്ടിയതും ഇല്ല കേട്ടോ. കാരണം നമ്മൾ ഒരു സാധനവും ഇതുവരെ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല, പുതിയ വീട്ടിലേക്കൊന്നും കൊണ്ടുവച്ചിട്ടില്ല. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങനെ കളിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മൾ ഇങ്ങോട്ട് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുമ്പോൾ സൗണ്ട് പിന്നെയും കുറഞ്ഞ് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര സ്ട്രെയിൻ കൊടുക്കുന്നത് പോലെ എനിക്ക് എന്താ ഞാൻ കുറേ കട്ട് ചെയ്താട്ടോ പറയുന്നത്. കാരണം ചിലപ്പോൾ സൗണ്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇല്ലാണ്ട് കാറ്റ് മാത്രമായി പോവുകയാണ്. അപ്പോൾ കുറേ സമയം എടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ വോയിസ് ഓവർ കൊടുക്കാനായിട്ട്. അങ്ങനെ ഐക്യയിലെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ MRIയിൽ പോയി ഫുഡ് കഴിച്ചു. ഇനി കാണാൻ പോകുന്നത് അടുത്ത ദിവസമുള്ള ഒരു 3-ാമത്തെ ദിവസമുള്ളൊരു പാക്കിംഗ് ആണ്. ഇത് ഫൈനൽ പാക്കിംഗ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ കുറേ ഡ്രസ്സും എൻ്റെതും അശ്വിൻ്റെയും ഡ്രസ്സൊക്കെ ഞാൻ മുന്നേ പാക്ക് ചെയ്തത് ഞാനൊരു വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ. കാരണം നമ്മൾ ബെഡിൻ്റെ സൈഡിലുള്ള ഡ്രോയറിലായിരുന്നല്ലോ ഡ്രസ്സൊക്കെ വെച്ചത്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയ സമയത്ത് ഞാൻ അതിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉള്ളത് ആ ഡ്രസ്സിങ് ടേബിളിലൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു പെട്ടിയിൽ അത് മാത്രമായിട്ട് എല്ലാം എടുത്തു വെച്ചു. എൻ്റെ അമ്മ, ഈ പാക്കിംഗ് എന്ന് പറയുന്നത് ചില്ലറ പണിയൊന്നും അല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത്രയും നമ്മൾ എല്ലാ സാധനവും ഇങ്ങനെ പാക്ക് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഈ പാക്ക് ചെയ്യുന്ന സമയത്തൊന്നും അശ്വി ഉണ്ടാവില്ല, അശ്വി ഡ്യൂട്ടിയിലായിരിക്കും. പാക്കിങ്ങിന്ന് അശ്വി എസ്കേപ്പ് ആയി കേട്ടോ. അതുകൊണ്ട് ഞാനാണ് ഞങ്ങളുടെ എല്ലാം പാക്ക് ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ നല്ല സമയമെടുത്തു ഞാനെല്ലാം ചെയ്യാനായിട്ട്. എല്ലാവരും ഓരോ പണിത്തിരക്കിലാണ്. അങ്ങനെ അതൊക്കെ മാറ്റി ഞാനതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ അതാ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ കവറിലുണ്ട്, കുറേ പെട്ടിക്കകത്തുണ്ട്. എൻ്റെ അമ്മോ, ഇനി ഇതൊക്കെ അവിടെ എത്തിക്കണം പുതിയ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ. ഇനി ബാക്കി പുതിയ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.